രാജ്യവിരുദ്ധതയാണോ രാജ്യസ്നേഹമാണോ എലക്ഷൻ ജയിപ്പിക്കുന്നത്? രാജ്യവിരുദ്ധ പ്രസംഗങ്ങളും പ്രചരണങ്ങളും നടത്തുന്ന ഒരു നേതാവാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്, ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും മറ്റു രാജ്യങ്ങളിൽ പോയാലും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ ഉള്ള പരാമർശങ്ങൾ നടത്തുന്നത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലിരുന്നും അദ്ദേഹം ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കാസ്റ്റ് സെൻസസ് വേണം, ഇവിടെ മറ്റ് സംവരണങ്ങൾ വേണം, ആർമിയിൽ വരെ കാസ്റ്റിനെ പറ്റിയും സംവരണങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. തീർച്ചയായിട്ടും അത് ദേശവിരുദ്ധ ചിന്തയാണ്, ദേശവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും ജാതി ചിന്ത ഉണ്ടാകാൻ പാടില്ല. ജാതി കണക്ക് എന്ന് പറയുന്നതൊക്കെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പുരോഗമനത്തിന് നല്ലൊരു കാര്യമല്ല. എല്ലാവരും ഈക്വലാണ് എന്ന് പറയുന്ന ഈക്വാലിറ്റി ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഭരണഘടനയുള്ള ഈ രാജ്യത്ത് വീണ്ടും ഒരു പുറകോട്ട് പോകുന്നത് ഒരു ചിന്തയും അതിൻ്റെ സമീപനവും രാഹുൽ ഗാന്ധി പുലർത്തുന്നത് രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അതുപോലെ അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു ഭീകര ക്യാമ്പ് തകർത്തപ്പോഴത്തേക്കും അവിടെ കുറേ പൈൻ മരങ്ങളെ പോയിട്ടുള്ളൂ, അല്ലാതെ ഇന്ത്യ വിജയിച്ചില്ല ഭീകര ആക്രമണ ക്യാമ്പ് തകർത്തൽ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തിയപ്പോഴും ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യക്കെതിരെയുമുള്ള ഒരു പ്രചരണം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ആ വേദികളൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത കാലത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് കള്ളങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ താറടിച്ചു കാണിക്കാൻ വേണ്ടി ശ്രമം നടന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള അതുപോലെ ആർമിക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെ സംവിധാനങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യസ്നേഹമല്ല, രാജ്യദ്രോഹമാണ്. അങ്ങനെ രാജ്യദ്രോഹമായിട്ടുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി നയിച്ച ഇലക്ഷൻ പ്രചരണത്തിൽ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? അവർ 60ഓളം സീറ്റിൽ മത്സരിച്ചിട്ട് 6 സീറ്റിലേ ജയിക്കാൻ പറ്റുള്ളൂ. ആ സംസ്ഥാനത്തെ ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും കുറഞ്ഞ ഒരു വിജയമാണ് അവിടെ ഉണ്ടായത്. ഏറ്റവും കുറഞ്ഞ വിജയം എന്ന് പറയുമ്പോഴത്തേനും വൻ പരാജയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണത്തിൽ നിന്നുണ്ടായത്. അതേസമയം ദേശസ്നേഹത്തിലൂന്നിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന NDA നേതാക്കൾക്ക് അവിടെ മുന്നോട്ടുള്ള ഒരു പോക്കാണ് കണ്ടത്. അവരുടെ സീറ്റ് നില കൂടുതൽ മെച്ചപ്പെട്ടു, മുന്നോട്ട് പോയി. അപ്പോൾ ദേശസ്നേഹത്തിലൂന്നിയ പ്രചരണമാണ് ഇലക്ഷൻ ജയിക്കാൻ നല്ലത് എന്നുള്ളത് ബീഹാർ ഇലക്ഷൻ നമുക്ക് തരുന്നൊരു പാഠമാണ്. അല്ലാതെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും സമീപനങ്ങളും പ്രചരണങ്ങളുമല്ല. അത് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിന്തുണയ്ക്കുന്നതായാലും തീർച്ചയായിട്ടും ദേശവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ദേശസ്നേഹമുള്ളവർ തീവ്രവാദികൾ എവിടെയായാലും അവർ തീവ്രവാദികളാണ്. തീവ്രവാദികൾ ആ സമീപനത്തെ, തീവ്രവാദം എന്ന് പറഞ്ഞ സമീപനത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് രാജ്യദ്രോഹമാണ്, ദേശവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. അപ്പോൾ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർ അതുപോലെ ദേശത്തിൻ്റെ പുരോഗമനത്തിനും ഒരു മോഡേൺ സ്റ്റേറ്റിന് ഉതകുന്ന അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നതുമൊക്കെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ്. അപ്പോൾ ദേശവിരുദ്ധ പ്രചരണങ്ങൾ ഇലക്ഷൻ ജയിക്കത്തില്ല എന്നുള്ളത് ഇതിനു മുമ്പ് കോൺഗ്രസ്സിന് ഡൽഹി ഇലക്ഷന് കിട്ടിയത് 0 ആണ്. ഈ 60 സീറ്റ് മത്സരിച്ചിട്ട് 6 സീറ്റ് ജയിച്ച ബീഹാറിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത് ദേശസ്നേഹത്തിലൂന്നിയുള്ള ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചിന്തയും സമീപനവും പ്രചരണവുമാണ് ഇലക്ഷൻ ജയിക്കാൻ ഇന്ന് ഭാരതത്തിൽ ഉതകുന്നത്, അല്ലാതെ ദേശവിരുദ്ധതയല്ല.